നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ കേരളമാണ് പ്രമേഹ രോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രമേഹത്തിന്റെ സംസ്ഥാനമായ കേരളത്തെയാണ് വിദഗ്ധർ പറഞ്ഞു വരുന്നത് തന്നെ. അത്തരമൊരു സാഹചര്യത്തിൽ പ്രവാസ ലോകത്തേക്ക് എത്തുന്ന മലയാളികളിൽ ജീവിതശൈലികളിൽ തന്നെ പൂർണ്ണമായ മാറ്റം വരുന്നതാണ്. UAE-യിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വലിയ വിഭാഗം കേരളീയരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ച് പ്രവാസി സമൂഹത്തിനിടയിൽ അവബോധമുണ്ടാക്കേണ്ടത് അനിവാര്യം എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. പ്രമേഹ രോഗം കൃത്യമായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടും നേത്രപരിശോധന നടത്താൻ വീഴ്ച വരുത്തുന്നതും മൂലമാണ് പ്രമേഹ രോഗികൾക്ക് കാഴ്ചവൈകല്യം ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നേത്രപരിശോധനയും. എന്നാൽ മിക്ക രോഗികളും ഇതേക്കുറിച്ച് അവബോധമുള്ളവരല്ലെന്നും ഡോക്ടർ രേബ പറയുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മൂലം കണ്ണിന് ഉള്ളിലായുള്ള ലെയർ ഞരമ്പായി റെറ്റിനയ്ക്കുണ്ടാകുന്ന തകരാറാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. റെറ്റിനയുടെ മധ്യഭാഗത്തേക്ക് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുകയും മധ്യഭാഗത്തെ കാഴ്ച ക്രമേണ നഷ്ടമാക്കുകയും ചെയ്യും. പ്രമേഹ രോഗത്തെ തുടർന്ന് റെറ്റിനയിൽ വളരുന്ന പുതിയ രക്തക്കുഴലുകൾ പൊട്ടുകയും ഐബോൾ ക്യാവിറ്റിയിലേക്ക് രക്തമെത്തുകയും പെട്ടെന്ന് കാഴ്ച നഷ്ടമാകുന്നതിനും കാരണമാകുന്നതാണ്. ഫ്ലോട്ടിംഗ് ഡോട്ടുകൾ ഉണ്ടാകുകയും രോഗിയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടമാകുകയും ചെയ്യും. രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകി വരണം. രോഗിയെ അറിയിക്കുകയും ബോധവൽക്കരിക്കുകയും പ്രമേഹ രോഗ നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഡോക്ടറെ കൃത്യമായി കണ്ട് പരിശോധന നടത്തുകയും വേണം. ഹൃദയം, വൃക്കകൾ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയും ചെയ്യണം. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ എല്ലാ ഘടകങ്ങളിലും കണ്ണിന് ചികിത്സ നൽകേണ്ട ആവശ്യവുമില്ല. റെറ്റിനോപ്പതിയുടെ തീവ്രത അനുസരിച്ച് ലേസർ, ഇഞ്ചക്ഷൻ, ശസ്ത്രക്രിയ എന്നീ ചികിത്സാ രീതികളും അവലംബിക്കണം. പ്രമേഹം പ്രവാസ രോഗികളെ കാർന്നെത്തുകയാണ്. ഇതിൽ അവബോധരാകേണ്ടത് പ്രവാസികൾ തന്നെയാണ്. ജീവിതശൈലികളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിന് കാരണമായേക്കാം. അതിനാൽ തന്നെ കൂടുതൽ ശ്രദ്ധ ആരോഗ്യത്തിനായി പുലർത്തുക തന്നെ വേണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.